ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് തിരൂരാണ്. ആൽഫ ഏവിയേഷൻ അക്കാഡമിയിലാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മളെ ചിരിപ്പിച്ച് വേറെ തലത്തിലെത്തിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അടുത്ത ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് നരസിംഹം എന്ന ചിത്രത്തിൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗല്ല, അതിൽ ഗസ്റ്റ് റോൾ ചെയ്ത വട്ടൊരു പുലിക്കുട്ടനുണ്ട്, മമ്മൂക്ക. അദ്ദേഹം തകർത്ത് അഭിനയിച്ച ആ ഡയലോഗാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് നോക്കാം. എന്താണ് പേര്? നജ. ലജ. നജ. നജ. എവിടെയാണ് നാട്? താനൂര്. റെഡി, ആക്ഷൻ. നിർത്തട എരപ്പളികളെ, നിന്റെ ഒക്കെ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. നിർത്തട എരപ്പളികളെ, നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാലുണ്ടല്ലോ എന്റെ രോമത്തിന് കൊള്ളുകയല്ല. എന്റെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് നന്ദഗോപാലന്മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്തു നിന്നും ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, അതെടുത്ത് കമ്മട്ടം അതെടുത്ത് തുലാഭാരം നോക്കിയാലും മാരാറിരിക്കുന്ന തട്ട് താന്നു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻമാർ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യരുത്. ഞാൻ തൊഴിലാളി എല്ലാം കൂടി തൊഴിച്ചാ ഞാൻ ഈ പരുവത്തിലായത്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഇനി പാട്ട് കേൾക്കണം തോന്നുന്നു പറഞ്ഞാ മതിട്ടാ, ഞാൻ വരാം. കേട്ടോടത്തോളം മതിയായി മോളെ. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി പറഞ്ഞ. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചന്റെ തച്ചത്തി തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. സ്പീഡില് 3 പ്രാവശ്യം പറഞ്ഞ് ഓടിപ്പോയിട്ടോ. തച്ചന്റെ തച്ചത്തി ഒരു തടിച്ചി ചത്തച്ചി അല്ല, തച്ചത്തി. തച്ചത്തി. കേട്ടോ, തച്ചന്റെ അതുകൊണ്ട് നീ പോ മോനെ ദിനേശ. പൊക്കോ. ഓക്കെ ബൈ. എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഒളിച്ചിരുന്നായിരുന്നില്ലേ? പേരെന്താ? ഷഹ്മ. ഷഹ്ബ. ഷഹ്മ. ഷഹ്മ. ഓക്കെ, എവിടെ നാട്? തിരൂരങ്ങാടി. ഇവിടെ തന്നെ. റെഡി, റെഡി, ആക്ഷൻ. നിർത്തട നിർത്തട എരപ്പാളികളെ, നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമത്തിൽ തൊടുകയല്ല പോയും. നന്ദഗോപാലന്മാർക്ക് വില. ഇത്രയും നേരം എല്ലാം കേട്ട് പഠിച്ചിട്ട് നന്നായി. ഇത് വലിയ തലവേദന ആയല്ലോ. ഒരു കാര്യം ചെയ്യും മക്കളെ, തിരിച്ച് വീട്ടിൽ പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒളിച്ചോടി വാ. നന്ദഗോപാലന്മാർക്ക് വിലയിടാ അങ്ങ് മാരാർക്ക് വിലയിടാ അങ്ങ് ദില്ലിയിലും തലസ്ഥാനത്തും ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിലെ തട്ട്. റിസർവ് ബാങ്കിലെ തട്ട വല്ലാതെ ബുദ്ധിമുട്ടുമല്ല പെങ്ങള്. നാസിക്കിലെ റിസർവ് ബാങ്കിനെ നോട്ടടിക്കുന്ന തട്ട് പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടോ, അത് അതിന്റെ തട്ട് മറന്നുപോയി. ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ടെടുക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടോ, നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടോ, ആ തട്ട് അതെടുത്തോണ്ട് വന്ന് തുലാഭാരം നോക്കിയാലും മാരാനിരിക്കുന്ന തട്ട് താഴ്ന്നു കൊണ്ടേയിരിക്കും. മക്കളെ, രാജസ്ഥാനിലെ മരുഭൂമിയിലേക്ക് മണ്ണ് കഴിച്ചു വിടല്ലേ. പേര് മണി പണി മണൽ പണി. പേര് മണി മണൽ പണി. പേര് മണി പണി മണൽ പണി. പണി മണൽ പണി. പേര് മണി പേര് മണി പണി മണൽ പണി. 3 പ്രാവശ്യം നിർത്താൻ പറഞ്ഞു. പേര് മണി പണി മണൽ പണി. പേര് മണി പണി മണൽ പണി. പേര് മണി പണി മണൽ പണി.
എന്റെ അമ്മോ തകർത്തു. എന്താണ് മോളുടെ പേരെന്താണ്? ജുമാന ജുമാന ഫാത്തിമ. ഓക്കെ, എവിടെയാണ് നാട്? തിരുനാവായ ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയറാണ്. ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ജുമാന മനോഹരമായ ഹിന്ദി പാട്ടാണോ മലയാള പാട്ടാണോ തമിഴ് പാട്ടാണോ? ഒരെണ്ണം രണ്ടുപേര് പാടണം. വെറുക്കപ്പെട്ടവനെ, നികൃഷ്ടജീവി, നീ ആരോടാ കളിക്കുന്നറിയാവോ? കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, കളി കണ്ണിലോ എന്നിൽ നിന്നും പൂക്കാലം കളിയാടാം ഞാൻ, കിളിമരത്തണലോളം കളിയാടാം ഞാൻ, കിളിമരത്തണലോളം. ഓക്കെ, ഗുഡ്. പൊട്ട പാട്ടും പാടി പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ അവതാരങ്ങള്. റെഡി, ആക്ഷൻ. തുടങ്ങി, കുഴപ്പമില്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ, ആക്ഷൻ. നീർത്തടെ അരപ്പാളികളെ, നിന്റെ ശബ്ദം കേട്ടാൽ, ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമം പോലും എണീറ്റ് നിൽക്കും. അയ്യോ, കഥയൊക്കെ അങ്ങ് മാറി കേട്ടോ. രോമത്തിന് മേലെ നിൽക്കുകയും ഇതെന്തോന്ന് ജാതകമല്ലേ അവര്? നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമത്തിന് കൊള്ളുകയില്ല. എന്റെ നന്ദഗോപാലന്മാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനിലും ദില്ലിയിലും തലസ്ഥാനത്ത് ദില്ലിയിലും കുറെ കിണാപ്പന്മാരുണ്ട്. അത് കറക്റ്റ് ടൈമിങ് കേട്ടോ. എങ്ങനെ പഠിച്ചത്? ശ്രമിച്ചു നോക്കിയതാ. നാസർ വന്നിട്ടുണ്ട്, ജബ്ബാർ വന്നിട്ടുണ്ട്, മറ്റേ റഷീദ് വന്നിട്ടുണ്ട്. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന പ്രസ്ഥാനമുണ്ടല്ലോ. എന്റെ പൊന്നമ്മച്ചി, നാസിക്കിലെ റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മത്തം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കല്യാണ കേരളി ഇതിനകത്ത് നടത്തുന്നത് കൊച്ചത്തിന് ദേഷ്യ. അതിനിടയ്ക്ക് ഇതുപോലുള്ള സത്യഭാവമാരുടെ എഴുന്നള്ളത്ത് കമ്മട്ടം. അത് എടുത്ത് തുലാഭാരം തൂക്കിയാലും മാരാർ താഴുകയില്ല. മാരാര് താഴത്തില്ല കേട്ടോ. ഇടിവെട്ടിവരെ പാമ്പ് കടിച്ചു. മാരാർ ഇരിക്കുന്ന തട്ടി താഴുകയില്ല, താഴ്ന്നുകൊണ്ടേ ഇരിക്കും, താഴ്ന്നു തന്നെ ഇരിക്കും. അതെടുത്ത് തുലാഭാരം തൂക്കിയാലും മാരാർ ഇരിക്കുന്ന തട്ടി താഴ്ന്നുകൊണ്ടേ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. നല്ല ഡാൻസറാണ് അതില്. പറ്റുന്ന പണിക്ക് പോയാ പോരെ. പേരെന്താണ്? മിൻഹ. എവിടെ നാട്? തിരൂർ മങ്ങാട്. ഓക്കെ, തുടങ്ങാം. റെഡി, ആക്ഷൻ. നിർത്തട എരപ്പാളികളെ, നിന്റെയൊക്കെ അല്ല, ഇവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർത്തട എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമത്തിന് കൊള്ളുകയില്ല. നന്ദഗോപാലന്മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്തും ദില്ലിയിലും. എന്റെ ദൈവമേ, വെളുക്കാത്ത പാണ്ടായല്ലോ. പാണ്ടല്ല, പൊണ്ണായി. നന്ദഗോപാലൻ കാര്യം ചെയ്യും. ഉള്ളതല്ല വളവിൽ ഒരു ഉതല മരത്തിൽ 10-25 ഇല തുടങ്ങി. ഉള്ളതല്ല വളവിൽ വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. 10-25 ഇളയ ഒതള വളവിൽ. അയ്യോ, ഒളതല വളവിൽ ഒരു ഓതള മരത്തിൽ 10-25 ഇളയ ഓതളങ്ങ. ഇത് സ്പീഡിൽ പറയണം. ഇല്ല, അന്ന് കൂട്ടില്ല, സ്പീഡിൽ പറയണം. ഇത് പഠിച്ചതാണ്. റെഡി, ആക്ഷൻ. ഒളതല വളവിൽ ഒരു ഓതള മരത്തിൽ 10-25 ഇളയ ഓതളങ്ങ. ഓതള വളവിൽ ഏരിയ കണ്ടുപോരുത്. നാരായണ നാരായണ. എന്താണ് പേര്? ഷബ്ന. നാട് എവിടെയാണ്? അടുത്ത് തന്നെ, ഏലൂർ അല്ലേ? റെഡി, ആക്ഷൻ. അത് ശരി, ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? നിർത്തട എരപ്പളികളെ, നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാൽ
എൻ്റെ ഒക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തെ തൊടുകയില്ല എൻ്റെ. നന്ദഗോപാലന്മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്തും ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്ത് ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. അതെടുത്ത് കൊണ്ടുവന്ന് തുലാഭാരം നോക്കിയാലും മാരാറ തട്ട് താന്ന് തന്നെ ഇരിക്കും. മക്കളെ എന്താണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര കാലായി എന്നറിയോ ഞാൻ കൊതിക്കുന്നു. അസലായി. എന്താ പേര്? ഷബ്ന. ഷബ്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഷബ്ന എവിടെ നാട്? അവിടെ അടുത്തന്നെ. ഇവിടെ അല്ല, അപ്പുറത്ത്. ഇതിന്റെ അപ്പുറത്തോ? പുല്ലൂര്. പുല്ലൂരാ. ഓക്കെ, റെഡി, ആക്ഷൻ. ഞാൻ ഇവിടെ വന്നപ്പോ മറന്നുപോയി. അത് നേരാൻ വണ്ണം വളർന്നില്ല. എന്നാൽ തുറന്നു പറയണം. സത്യം സത്യമായി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. ശരിയാണ് ജോലിസരെ. കഴിഞ്ഞിട്ട് നിർത്തട അരപ്പാളികളെ. രാജസ്ഥാൻ മരുഭൂമി തുടക്കത്തിൽ തന്നെ അവസാനം പോയിരിക്കുകയാണ്. നിർത്തട അരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലെ കുറെ ക്നാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്ത് കൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയാലും മാരാറിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എനിക്ക് മീൻ വെട്ടുന്നുണ്ടില്ലേ, കൈ വൃത്തിയിടാവും. അയ്യോ, എന്നാലും സാരമില്ല. ഇനി പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം? കറക്റ്റ് പേരെന്താണ് മോളുടെ? ജൗഹറ. ജൗഹറ. ഓക്കെ, നാടോടെ? മഞ്ഞളമ്പടി, കാളാട്. തുടങ്ങാം. പാട്ടോടൂ. നിങ്ങൾ പാടിക്കും. എല്ലാവരും കൊണ്ട് നിങ്ങൾ പാടിപ്പിച്ചിരുന്നു, നിങ്ങൾ പാടി. ശരി. കാലക്കി എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. நெஞ்சுக்குள்ளே என்னாரன்னு சொன்னால் புரியுமா? அது கொஞ்சி கொஞ்சி பேசுறது கண்ணில் தெரியுமா? உலகே அழிஞ்சாலும் என் உருவம் அழியாது, உயிரே பிரிஞ்சாலும் உறவேதும் பிரியாது, உண்ணாமல் உறங்காமல் உன்னால் தவிக்கும் பெண்ணுமணி. நெஞ்சுக்குள்ளே என்னாருன்னு சொன்னால் புரியுமா? அது கொஞ்சி கொஞ்சி பேசுறது கண்ணில் தெரியுமா? ഒരേ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ശരി, ആക്ഷൻ. നിർത്തട അരപ്പാളികളെ. അയ്യോ, നിർത്തട അരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാലുണ്ടല്ലോ, രോമത്തിന് മേൽ കൊള്ളുകയില്ല. നന്ദഗോപാലന്മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് നിന്നും ദില്ലിയിൽ നിന്നും കുറെ ക്നാപ്പന്മാർ ശ്രമിച്ചതാ. ഞാനിവിടുത്തെ ഓൾ ഇൻ റോളാ. വേറെ ഓൾ ഇൻ റോളി ആണോ? പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല കേട്ടോ. കേട്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർന്നല്ലോ. എനിക്ക് ഇതിന് പണിയുണ്ടേ. നാസിക്കിലെ റിസർവ് ബാങ്കിലെ നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അത് കൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയാലും മാരാറിരിക്കുന്ന തട്ട് താൻ തന്നെ ഇരിക്കും. മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലെ മണല് കയറ്റി വിടല്ലേ. എനിക്ക് ഒരു അവധി കൂടി ഇനി ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. ഓക്കെ, ഡബിൾ ഓക്കെ. അയ്യപ്പ. പേരെന്താണ്? സൻഹ. എവിടെയാണ് നാട്? കുറ്റിപ്പുറം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ഇദ്ദേഹം മനോഹരമായിട്ട് പാട്ട് കൊടുക്കും. ഒരു പാട്ടിൽ തന്നെ നമുക്ക് തീരമേ തീരമേ
നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനൻ സൂര്യനെ തീഷ്ണമായി പുൽകിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വെച്ചു നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴ ദ്വീപഗൃഹം തേടിയ തീരം ദൂരം. ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. യെസ്, എന്താണ് മോളുടെ പേര്? മിസ്രിയ. ഓക്കെ. എവിടെയാണ് നാട്? വൈലത്തൂർ പുൽപ്പറമ്പ്. അപ്പൊ റെഡി, ആക്ഷൻ. നിർത്തടാ എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന്മേൽ തൊടുകയില്ല എൻ്റെ കഷ്ടം. ആരോടും പറയല്ലേ, അമ്പോ സാരാട്ടാ. നന്ദഗോപാൽമാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്തു നിന്നും ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാർ ശ്രമിച്ചതാ. നാസിക്കിലെ റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന പ്രസ്സുണ്ടല്ലോ, കമ്മട്ടം, അതെടുത്ത് വന്ന് തുലാഭാരം നോക്കിയാലും മാരാർ ഇരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. മക്കളെ ആദ്യം തന്റെ ഈ പരന്നിറങ്ങണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലോ. ഇനി ഈ കേസ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. കേരളത്തിലെ എല്ലാ ബ്യൂട്ടി പാർലറുകളിലും, അതായത് പ്രൊഫഷണൽസ്, ഹെയർ കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേഷ്യലിംഗ് ആയിട്ട് അവർ നടത്തുന്ന ഈ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിവാമെഡിൻ്റെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട്. ഈ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് മറ്റാർക്കുമല്ല, ഹിബയാണ് ആദ്യം നമ്മളെ തിരി കൊളുത്തിയത്. അത് മനോഹരമായിരുന്നു, എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടൊരു വേദിയിൽ വരുന്നത് ഒരു പ്രത്യേക പവറാണ്, അതൊരു ഗട്ട്സാണ്. അതിന് നല്ലൊരു കയ്യടി കൊടുക്കുക. ബെസ്റ്റ് പെർഫോമൻസുമായിരുന്നു. എനിവേ, കൺഗ്രാജുലേഷൻസ്. പെർഫ്യൂം ചരിത്രത്തിലെ തന്നെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റായ റയാനാദം പെർഫ്യൂംസ് നൽകുന്ന ഒരു മനോഹരമായ പെർഫ്യൂം കിറ്റാണിത്. ഇത് ഞാൻ കൊടുക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർക്കാണ്. ആരാണ് അയാൾ? ഷംല. പ്ലീസ്. കൺഗ്രാറ്റ്സ്. ഓക്കെ. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സുഗന്ധം ഒരു സിഗ്നേച്ചറായി മാറട്ടെ. സ്യൂത്തി പെർഫ്യൂംസ് നൽകുന്ന ഈ ഗിഫ്റ്റ്, അതായത് ഈ പെർഫ്യൂം അടിക്കുന്ന ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്. ആയിഷ. എവിടെ ആയിഷ ഉണ്ടോ? വാ, ഞാനാണോ ആയിഷ? കൺഗ്രാറ്റ്സ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ഷബ്ന. ഷബ്നയ്ക്ക് ഞാൻ തരാൻ പോകുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ഏലക്ക. ആ ഏലക്ക എന്ന് പറയുന്നത് നമ്മുടെ കാഡമം നാച്ചുറൽസ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇവരാണ് അത് സജ്ജമാക്കിയത്. ഇപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ്, അടുത്ത കടകളിലും ലഭ്യമാണ്. എനിവേ, കൺഗ്രാജുലേഷൻസ്. ഹെൽത്തി ആയിരിക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. ശ്യാമലെങ്ങ് വന്നോളൂ. ഇദ്ദേഹം ആക്ച്വലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് അല്ലേ, ആളാണ്. പക്ഷെ എന്നാലും ഇത് കഴിച്ചോളൂ. കിക്കോറ സ്മൂത്തി മിക്സ്, കിക്ക് സ്റ്റാർട്ട് യുവർ ഹെൽത്ത്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു ജുവാന. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്ലോ മോഷനിലൊക്കെ വന്നതാണ്. മ്യൂസിക് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഓക്കെ. പിന്നെ ഒമേറ, അത് നമ്മുടെ ഈ വസ്ത്രങ്ങൾ കഴിവല്ല, വസ്ത്രങ്ങൾക്കും കൈക്കും സുരക്ഷിതമായിട്ടുള്ള ഡിറ്റർജൻറ്റ് കിറ്റാണത്, ലിക്വിഡായിട്ടുള്ള കേട്ടോ. വസ്ത്രങ്ങൾ കഴിവുന്നില്ല, അടുത്ത ആർക്കെങ്കിലും കൊടുക്കുക. ഓക്കെ. ഒമേറ നൽകുന്ന ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു നജാനെ മേരെ. ആരാണ് നജ?
സൺ സൂര്യ കോമഡിയുടെ വക എന്താ പറ്റി? സൺ സൂര്യ കോമഡിയുടെ വക മനോഹരമായ ഒരു ഗിഫ്റ്റ്. താങ്ക് യു. ആൽഫ ഏവിയേഷൻ അക്കാഡമിയിലെ ഈ സുന്ദരികളുടെ ലിറ്ററലി സുന്ദരികളുടെ പെർഫോമൻസ് അതിമനോഹരമായിരുന്നു. പക്ഷേ നമുക്ക് സമയം ഓവറായിരിക്കുകയാണ്. അടുത്ത ബാച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.